വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളിൽ നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കിട്ടുന്നു. ആ അവസ്ഥയിൽ ആ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന സന്തോഷം എന്തായിരിക്കും? നമുക്ക് പറയുന്നതിനപ്പുറമായിരിക്കും അല്ലേ? ചെറുപ്പത്തിലെ ഒന്നുകിൽ വീട്ടിൽ നിന്ന് പോയതോ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടതോ ആയ കുട്ടികൾ വർഷങ്ങൾക്ക് ശേഷം അവൻ ജീവിച്ചിരിപ്പുണ്ട്, അവനെ കാണാൻ പറ്റുന്നു, അവൻ എൻ്റെ അടുത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ആ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന സന്തോഷം ഒന്നും നമുക്ക് പറയുന്നതിനപ്പുറമാണ്. എന്നാൽ ആ മകൻ അവനൊരു ചതിയനാണ്, വഞ്ചകനാണ്, പറ്റിപ്പുകാരനാന്ന് പറഞ്ഞാൽ അത് എത്ര ഭീകരമായിരിക്കും? പറഞ്ഞു വരുന്നത് നടന്ന കഥയാണ്. ഇത് നടക്കുന്നത് ഡൽഹിയിലാണ്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരുപാട് അറിയപ്പെട്ട അല്ലെങ്കിൽ വളരെ വാർത്തയായ ഒരു സംഭവം തന്നെയായിരുന്നു. ഇത് ഞെട്ടലുണ്ടാക്കിയെന്ന് പറഞ്ഞ ഒരു സംഭവം, ഒരു മാതാപിതാക്കളെ ചതിച്ചു എന്നുള്ള രീതിയിലാണ് കൂടുതൽ ചർച്ചയായത്. സംഭവം നമുക്ക് ഡൽഹിയിലാണ്. 2002 ഒരു 11 വയസ്സുകാരൻ പിങ്കു എന്നാണ് കുട്ടിയെ ആ മാതാപിതാക്കൾ നഷ്ടപ്പെടുകയാണ്. മാതാവിന്റെ പേര് ഭാനുമതി എന്നും പിതാവിന്റെ പേര് രതിപാൽ സിംഗ് എന്നുമാണ്. വളരെ കുസൃതിക്കാരനായ, ഒരുപക്ഷെ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത, അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് പോകുന്ന, ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്ന കുട്ടികളുള്ള പ്രായം. അവന് വല്ലാതെ വീർതിയും കുസൃതിയും ഉള്ളതുകൊണ്ട് തന്നെ ഒരു ദിവസം അമ്മ ഒന്ന് വഴക്ക് പറഞ്ഞപ്പോൾ അവനത് ഇഷ്ടപ്പെടാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്രേ. അവരന്വേഷിക്കാത്ത നാടുകളില്ല, പോലീസ് സ്റ്റേഷൻ ഒക്കെ കയറി ഇറങ്ങി. പക്ഷേ കുട്ടി അവർ കിട്ടിയില്ല. വല്ലാതെ ദുഃഖിതരായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം, 22 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കുട്ടി മടങ്ങി വന്നിരിക്കുന്നു എന്ന വാർത്ത അവരറിയുന്നു. തൊട്ടടുത്ത ഗ്രാമത്തിൽ അവൻ വന്നിരിക്കുന്നു. അവനെ കാണാനായിട്ട് അവർ പോവുകയാണ്. ആ പോകുന്ന സമയത്ത് അവർ മനസ്സിലെന്തായിരിക്കും? ചെറുപ്പത്തിലുള്ള ഓർമ്മകളായിരിക്കും. എൻ്റെ മോൻ അവിടെ ഉണ്ട്. അവനെ കാണാനുള്ള ധൃതിയിൽ അവർ ഓടി അങ്ങോട്ട് എത്തുകയാണ്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. आज सकला लई रे कोई सुरतिया बदल गए आज बोलिया लई रे बबुआ का भाषा बदली आ गुरु कई का समा. ഇവൻ പാടുന്നത് ആ ഗ്രാമത്തിന് ഭർത്തരി എന്നൊരു രാജാവ് ഉണ്ടാകും. അവിടെ നാടോടിപ്പാട്ടാണ്. ആ ഭർത്തരി രാജാവ് എന്ന് വെച്ചാൽ എല്ലാവിധ സുഖ സൗകര്യം ഉപേക്ഷിച്ച് സന്യാസിയാവാൻ ഇറങ്ങിപ്പെട്ട ഒരു രാജാവിന്റെ കഥയാണ്. അപ്പോൾ ആ വരുന്ന കുട്ടിയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് പാടുന്നത്. അത് കേട്ട് അവർ പാട്ടിന്റെ ഇത് മാത്രമല്ല, ആ പാട്ട് അങ്ങനെ താളത്തിൽ പാടുകയും അത് കരയുകയും അതിനെപ്പറ്റി ഓർക്കുകയും അവരൊരു നാടോടി പാട്ട് കൂടിയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞ് വന്ന യുവാവ് ഒരുപക്ഷെ സന്യാസിയാവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അവൻ വന്നിരിക്കുന്നത് ജാർഖണ്ഡിലെ ഒരു ആശ്രമത്തിൽ നിന്നാണ്. അവൻ സന്യാസിയാവാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട് ആ മാതാപിതാക്കൾ വല്ലാതെ ദുഃഖിതരായി. 22 വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ ഞങ്ങളുടെ മകൻ അവന് സന്യാസി ജീവിതം ജയിക്കാൻ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ ഏത് മാതാപിതാക്കൾക്കും ദുഃഖം ഉണ്ടാവും. അവനൊന്നും മര്യാദയിൽ ലാളിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. അവൻ്റെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. സാധാരണക്കാരാണ് അവരെങ്കിലും, തൻകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ. പക്ഷേ അവൻ പറയുന്നില്ല, അമ്മ ഞാൻ എൻ്റെ ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വയ്ക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോയി, അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞു. എനിക്ക് അതിന് മാറാൻ കഴിയില്ല, എനിക്ക് അങ്ങോട്ട് പോകണം. അവസാനം വാശി പിടിച്ചപ്പോൾ മകനാണല്ലോ, അവൻ ജീവനിരിപ്പുണ്ടല്ലോ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പോയി കാണാലോ, എല്ലാ സന്തോഷവും അവർ പറഞ്ഞു വന്ന മനസ്സിലോടെ അവർ സമ്മതിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ആൾക്കാരോട് നമ്മുടെ നാട്ടുകാർക്ക് പ്രത്യേക ഭയഭക്തി ബഹുമാനങ്ങൾ കാണും അല്ലേ? അപ്പോൾ പോകുമ്പോൾ സന്തോഷമായിട്ട് ഇവർ പറഞ്ഞു വെറും കൈയോടല്ല, 13 ടൺ ഭക്ഷ്യധാന്യ വസ്തുക്കളാണ് വണ്ടി കയറ്റി കൊടുക്കുന്നത്. കൂടാതെ 14,000 രൂപ ഒരു അമ്മായി കൊടുത്തു. കൂടാതെ അച്ഛൻ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു. കാരണം നിന്നെ ഇടയ്ക്ക് വിളിക്കാമല്ലോ, നിന്നെ സംസാരിക്കാമല്ലോ, വീണ്ടും സംസാരിച്ചിരിക്കുമ്പോൾ നമുക്കൊരു ദുഃഖങ്ങൾ അകലുമല്ലോ എന്നുള്ള സന്തോഷം വാങ്ങിച്ചു കൊടുക്കണം. ഇതെല്ലാം വാങ്ങിച്ചവൻ പോയി. കുറേ നാൾക്ക് ശേഷം ഒരു കോൾ വരുന്നു. അമ്മ, അച്ഛാ, എനിക്കിവിടെ പറ്റുന്നില്ല, എൻ്റെ മനസ്സ് നിങ്ങളോടൊപ്പമാണ്. അവിടെ നിന്ന് വന്നതിന് ശേഷം നിങ്ങളും നാട്ടുകാരോട് എൻ്റെ ഓർമ്മയില്ല, എനിക്കിതിവിടെ പറ്റില്ല, എനിക്ക് സന്യാസ ജീവിതം ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടല്ല എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഏത് അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ദുഃഖം അറിയാലോ. നഷ്ടപ്പെട്ടു എന്ന് ഓർത്തവൻ തിരിച്ചു വന്നു, വീണ്ടും ഒരു പകുതി നഷ്ടപ്പെടേണ്ടോ നിൽക്കുമ്പോൾ വീണ്ടും വരുന്നു, തിരിച്ച് എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായും അവരത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് പിന്നൊരു ടേണിംഗ് പോയിന്റ് വരുന്നത്. എനിക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ, എന്നെ ഇവിടെ നിന്ന് അവർ പറഞ്ഞു വിടണമെങ്കിൽ ഒരു 11 ലക്ഷം രൂപ കൊടുക്കണം. ഈ 11 ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോയി. അവർ വളരെ സാധുക്കളായ അവർ 11 ലക്ഷം അവർക്ക് ചിന്തിക്കാൻ അപ്പുറമാണ്. പക്ഷേ അവർ പറഞ്ഞു, ഒരു മകൻ, നഷ്ടപ്പെട്ട മകൻ അത്രയും വരില്ലല്ലോ, 11 ലക്ഷം കൊടുത്ത് അവർ പറഞ്ഞു നമുക്ക് ശരിയാക്കാം മകനെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചെയ്തെന്താണെന്ന് വെച്ചാൽ അവർ ഉണ്ടായിരുന്ന കൂടും കുടക്ക അല്ലെങ്കിൽ പറഞ്ഞാൽ വീടും പറമ്പും എല്ലാം വിറ്റ് 11 ലക്ഷം അവരുണ്ടായി. നേരെ അതിനുശേഷം മകനെ വിളിക്കുകയാണ്. മകൻ ഫോൺ എടുത്തു. മകൻ പറഞ്ഞു, അച്ഛൻ എന്തായി? അച്ഛൻ പറയുവാണ്, മോനെ പൈസ എല്ലാം റെഡി ആയിട്ടുണ്ട്, ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താം, നമുക്ക് നേരിട്ട് അവിടുത്തെ ആൾക്കാരോട് സംസാരിക്കാം, എല്ലാം ശരിയാക്കാം. കുറച്ചു നേരം ശബ്ദനായ മകൻ പറഞ്ഞു, അച്ഛാ പറ്റില്ല, നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റില്ല, അത് ഇവർ സമ്മതിക്കില്ല, നിങ്ങളത് ഗൂഗിൾ പേ വഴി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, മോനെ അത് നേരിട്ട് വന്നാൽ പോരെ, ഗൂഗിൾ പേ ചെയ്യണം? ഇല്ല അച്ഛാ, ഗൂഗിൾ പേ ചെയ്യണം എന്ന് പറഞ്ഞു.
ഇത് സംസാരം 2-3 പ്രാവശ്യമായപ്പോൾ അച്ഛനൊരു സംശയം തുടങ്ങി. എന്തായിരിക്കും ഗൂഗിൾ പേ? ഒന്ന് നേരിട്ട് കാണാൻ, ജാർഖണ്ഡിൽ പോകാൻ, ആ ആശ്രമം സന്ദർശിക്കാൻ, അവിടെ അവിടെ സംസാരിച്ച് മകനെ തിരിച്ചു കിട്ടിയാണ്. അവർ കുറേ നാൾ അവരവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ സന്തോഷം പങ്കുവെച്ച് മകന് ആ പൈസ കൊടുത്ത് തിരിച്ചു വരാൻ തന്നെയാണ് എല്ലാം വിറ്റുപെറുക്കി അച്ഛൻ ആഗ്രഹിച്ചു. പക്ഷേ ഈ സംസാരങ്ങളും പ്രശ്നങ്ങളും അച്ഛൻ്റെ സംശയം തോന്നിയപ്പോൾ അച്ഛനൊരു അന്വേഷണം നടത്തുകയാണ്. പോലീസ് സ്റ്റേഷനിൽ പോയി എല്ലാം ബന്ധപ്പെട്ട് വെച്ചപ്പോൾ ജാർഖണ്ഡിൽ ഇങ്ങനെ ഒരു ആശ്രമമേ ഇല്ല, ഇങ്ങനത്തെ ആളെ അവിടെ അറിയുമില്ല, അങ്ങനത്തെ ഒരു ആശ്രമം അവിടെ ഇല്ലാതാണ്. അവസാനം അന്വേഷിച്ച് വന്നപ്പോൾ ഇതാൾ വേറെ തട്ടിപ്പാനാണ്. നഫീസ് എന്ന് അവൻ്റെ പേര്. അവൻ തട്ടിപ്പാണ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ ചെറുപ്പത്തിൽ ഒരു പാടുണ്ടായിരുന്നു, പുറത്തൊരു പാട്. ഇതൊക്കെ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പാടും അവൻ്റെ കുറേ മാനരസങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ എടുത്തിട്ടുണ്ടായി. സിസ്റ്റമാറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇവരെ പറ്റി പഠിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് ഇതുപോലത്തെ തട്ടിപ്പ് അവൻ ചെയ്തിട്ടുണ്ട്. വേറെ മാതാപിതാക്കളെയോ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരാളെ ഇവൻ പറ്റിച്ചിട്ടുണ്ട്. ഇവൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ പാടുകൾ അവന് പുറത്തുണ്ട്, കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു മൊത്തത്തിലൊരു അന്വേഷണം കാര്യങ്ങൾ വരുമ്പോൾ ഈ നാട്ടിൽ ഒന്ന് ഇവരായിട്ട് അറിയപ്പെടുന്ന ആൾക്കാരായിട്ട് ജോയിൻ ചെയ്താണ് ഈ സംഭവം നടക്കുന്നത്. 11 ലക്ഷം രൂപയുടെ ഒരു ടാർഗറ്റ് വെച്ചാണ് കളി തുടങ്ങിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഇവൻ ഇങ്ങനെയാണ്, ഇവൻ ചെറിയ മാനസിക ചെറുപ്പത്തിലുണ്ട്, ഇവരുടെ സംഭവങ്ങൾ മാതാപിതാക്കൾ ഇങ്ങനെയാണ്, പുറത്തൊരു പാടുണ്ട്, മുറിവ് പാടുണ്ട്, ഇതൊക്കെ അവൻ ക്രിയേറ്റ് ചെയ്താണെങ്കിൽ ഇവൻ ശരിക്കും പഠിച്ച കള്ളം തന്നെ. ആ മാതാപിതാക്കളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കും. 22 വർഷങ്ങൾക്ക് ശേഷം മകൻ വരുന്നു. അവിടെ വല്ലാതെ അവരെ കരയണ സീനൊക്കെ ഇല്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സങ്കടം കൊണ്ട് മോനെ കണ്ട സന്തോഷത്തില് ആ ഒരു ദുഃഖം മറന്നു, സന്തോഷ ആസൃക്കൾ എന്ന് പറഞ്ഞ പോലെ അവർ ആ സമയത്ത് കരയണ സീനിൽ അവൻ എങ്ങനെ ഇത് കഴിഞ്ഞു എന്നുള്ളതാണ്. സാധാരണ അങ്ങനെ നമ്മൾ ഈ മാതാപിതാക്കളെ ഇങ്ങനെ പറഞ്ഞിട്ട് ചതിക്കണമെന്ന് നമ്മൾ കണ്ടിട്ടില്ല. എങ്കിലും ഉണ്ട്, സ്വന്തം മാതാവ് മക്കളെ കൊല്ലുന്നു, മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. എങ്കിലും വളരെ ചുരുക്കം. പക്ഷെ ഇങ്ങനെ ഒരു ചതി അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും, കേൾക്കുന്നവർക്കും അറിഞ്ഞവർക്കും വല്ലാത്ത ദുഃഖം തോന്നി. പറഞ്ഞാൽ വർഷങ്ങളായിട്ട് കാണാതായ മകനെ തിരിച്ചു കിട്ടുക, അതിനുശേഷം ആ മകൻ ചതിക്കുക, മകൻ ഫ്രോഡാണെന്ന് അറിയുക, അത് വേറെ ആരാണെന്ന് അറിയുക, അവർക്കുണ്ടായ ദുഃഖം എത്രയോ 10 മടങ്ങായിരിക്കും അവർ അനുഭവിച്ചത്. അന്ന് പോയതിനൊക്കെ 10 മടങ്ങ് അവർ അനുഭവിച്ചിട്ടുണ്ടാവും. തീർച്ചയായും അവനെ പിടിച്ചു. റഫീസ് ഒരു വ്യക്തനായ ഒരു കള്ളനായിരുന്നു. പിന്നെ കേസും കാര്യങ്ങൾ വേറെ രീതിയിലുമല്ല, ചതി എന്നുള്ള കേൾ വരും. എങ്കിൽ പോലും നമ്മളെ വല്ലാതെ മനസ്സിന് വിഷമുണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു ഈ സംഭവം. അപ്പോൾ ഇതുപോലെ തന്നെ കുട്ടികളെ ചെറിയൊരു വാശിക്ക് പുറത്ത് കുട്ടികൾ ഇറങ്ങിപ്പോകുന്ന കുട്ടികളുണ്ട്. ഒരുപക്ഷെ ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഇപ്പോഴും ഈ പറഞ്ഞ ഭാനുമതിക്കോ രതിപാൽ സിംഗിനോ അറിയില്ല. അവരിപ്പോഴും ദുഃഖിതരായിട്ട് വരുമെന്ന പ്രതീക്ഷയോടെ ഇപ്പോഴും കാത്തിരിക്കുകയാണ് അവരുടെ ഗ്രാമത്തിൽ. തീർച്ചയായും നമ്മുടെ മക്കളൊക്കെ പോയി, ഇന്നാൾ നമ്മുടെ ഒരു കുട്ടി പോയപ്പോൾ എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിച്ച കുട്ടി പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ മാതാപിതാക്കളുടെ വിഷമം, അത് നമ്മളെ ഒരു മക്കളെ വളർത്തുന്ന ആർക്കും മനസ്സിലാവുന്ന വിഷമമാണ്. കാര്യം നമ്മൾ മക്കളെ വഴക്ക് പറയും, തല്ലും, പക്ഷെ അവർ വേദനിക്കുമ്പോൾ, അവർ നമ്മുടെ കയ്യിൽ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം ഒരു ചില്ലറ കേസൊന്നും അല്ല അല്ലേ? അതാണല്ലോ ഈ കുടുംബ ബന്ധങ്ങൾ, നമ്മൾ മക്കള്, ഭാര്യ, ഭർത്താവ് എല്ലാം ഇങ്ങനെ പോകുമ്പോൾ അതിലൊരാൾ നഷ്ടപ്പെടുന്ന വേദന, അത് നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടായിരിക്കും ഈ വാർത്തകൾ വല്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. തീർച്ചയായും നമ്മുടെ മക്കളെയൊക്കെ ഇതൊന്നും ആവത്തുനിന്ന് രക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വീഡിയോ നിർത്താം. ഓക്കെ.